സംസ്ഥാനത്തെ എല്ലാ ജലാശയങ്ങളെയും ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനം. സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് കായലുകൾ, നദികൾ, തടാകങ്ങൾ, നീരൊഴുക്കുകൾ തുടങ്ങിയ ജലാശയങ്ങളെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ വിശദാംശങ്ങളും മാപ്പ് ചെയ്ത ഹിസിംസ് എന്ന സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തും. പാറക്കോറികളിലേതുൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ജലാശയങ്ങളെയും ഭൂപടത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. സംസ്ഥാനത്തെ ജലദൗർലഭ്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാകാനും മൂല്യവർദ്ധിത മാർഗങ്ങളിലൂടെ വരുമാനം ഉപേക്ഷിക്കപ്പെട്ട ക്വാറികൾ സഹായകമാകുമെന്നാണ് കണ്ടെത്തൽ. കൊല്ലം ജില്ലയിൽ 4 ഏക്കറോളം വിസ്തൃതിയുള്ള പാറക്കോറി ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചി കപ്പൽശാലയ്ക്ക് അണ്ടർ വാട്ടർ ഡ്രോൺ ഉൾപ്പെടെ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന വിവിധ ഉപകരണങ്ങളുടെ പരീക്ഷണത്തിന് ഈ ക്വാറി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം പറയുന്നു. ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ ജലാശയങ്ങളെയും ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തത്. നദികൾ, തടാകങ്ങൾ, നീരൊഴുക്ക് പ്രദേശങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും മാപ്പ് ചെയ്ത് ഹിംസിസ് എന്ന സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തും. ജലാശയങ്ങൾ അടിയൊഴുക്കിന്റെ വിവരങ്ങൾ, ഒഴുക്കിന്റെ ദിശ, വെള്ളത്തിന്റെ ഗുണമേന്മ തുടങ്ങി ഒട്ടേറെ വിവരങ്ങൾ സർവേയിലൂടെ കണ്ടെത്തി ഭൂപടത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ജനം, തിരുവനന്തപുരം.